നമ്മൾ സെൽഫ് ഡിഫെൻസ് വരുമ്പോഴത്തേക്ക് പഴയ കരാട്ടക്കാരൊക്കെ ഇനി നമ്മൾ ഫേസിൽ പഞ്ച് ചെയ്യില്ല, നേരെ ബോഡിക്കിട്ടാണ് പഞ്ച് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രണ്ട് വാരിയൽ കൂട്ടി വരുന്ന സ്ഥലത്ത് നേരെ ഇടിച്ചു കഴിഞ്ഞാൽ അത് സോളാർ പ്ലക്സസ് എന്ന് പറയും, അല്ലെങ്കിൽ ഹാർട്ട് ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു നല്ല പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സായിപ്പന്മാർ പറയും നോക്ക് ദ വിൻഡ് ഔട്ട് എന്ന് പറയും. അതായത് നമ്മൾ ഒരു സെക്കൻഡ് ശ്വാസം എല്ലാം കൂടെ തടഞ്ഞ പോലെ ഒരു സാഹചര്യമാണ്. ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഹെഡിനിട്ട് പഞ്ച് ചെയ്യുമ്പം കൈ കണ്ടീഷൻ അല്ലെങ്കിൽ ഡാമേജ് വരും, ബോഡിക്കിട്ട് പഞ്ച് ചെയ്യുമ്പം ആ ഒരു പ്രശ്നമില്ല. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിന്റെ മേളിലോട്ട് എവിടെ അടിച്ചാലും അത് കോടതിയിൽ പോകുമ്പോൾ അത് വധശ്രമമാണ്. ബൈ ഡിഫോൾട്ട് അത് വധശ്രമം. ഇന്ത്യയിൽ മാത്രമല്ല മിക്ക രാജ്യങ്ങളിലും അങ്ങനെയാണ്. നേരെ മറിച്ച് ബോഡിക്കിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ അത് അറ്റാക്കാണ്, വധശ്രമമല്ല. വധശ്രമം എന്ന് പറയുമ്പോഴത്തേക്ക് അറ്റംപ്റ്റ് ടു മർഡർ എന്നുള്ളൊരു സാഹചര്യം. അപ്പൊ ഈ ഒരു പഞ്ച് മൂലം നമുക്ക് പല സാഹചര്യത്തിലും നമുക്ക് ഒരു എന്താ പറയുക വിധി കുറച്ച് കിട്ടും. അപ്പൊ ഇങ്ങനെ ആരെ അടിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും സോളാർ പ്ലക്സസ് പഞ്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാരിയലിന്റെ സൈഡിലോട്ടൊക്കെ നമ്മൾ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൻ താഴെ വീഴുകയും ചെയ്യും. ഒത്തിരി ഫോഴ്സിൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വാരിയലിന്റെ അടിവത്തത്തെ വാരിയലൊക്കെ ആണെങ്കിൽ ഒഴിഞ്ഞു പോകും. അതാണ് അതിന്റെ ഒരു എഫക്റ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ബൈ ലോ നമ്മൾ കഴുത്തിന്റെ മേളിലോട്ടല്ല അടിച്ചത്. നമുക്ക് സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞ് വാദിക്കാം. ഒബ്വിയസ്ലി ഫൈറ്റ് നടക്കും, സീരിയസ് ആയിട്ടൊരു സാധനം നടക്കും, അവൻ നമ്മുടെ തലക്കെട്ടിടിക്കാൻ വരുമ്പോൾ നമ്മളിതൊന്നും നോക്കത്തില്ല. നോക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ ഇതാണ് നല്ലത്. അപ്പൊ നമ്മൾ കരാട്ടക്കാരൻ നിന്ന് ഇടിക്കുന്ന പോലെ ഇടിക്കണമെന്നല്ല പറയുന്നത്. നമ്മൾ സാധാരണ ബോക്സിങ് അല്ലെങ്കിൽ കിക്ക് ബോക്സിംഗ് കാര്യം ചെയ്യുന്ന പോലെ സെയിം തിങ് നേരെ ഒരു ചെസ്റ്റിലിട്ട് ഒരു ഇടി ഇടിച്ചു കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡ് ആണെങ്കിൽ അവന് ശ്വാസം തടയും. ഏറ്റവും നല്ല സോളാർ പ്ലക്സസ് പഞ്ച്.